കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ വളരെ വ്യക്തമായി സഭയുടെ ചരിത്രം നമ്മുടെ കർത്താവ് നൽകിയ 7 ദൂതിലൂടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യ സഭയുടെ ചരിത്രം പ്രവചനാത്മാവിൽ കർത്താവ് നൽകപ്പെട്ടത് എത്രയോ സത്യവും വ്യക്തവുമാണെന്നുള്ളത് നമുക്ക് ഗ്രഹിപ്പാൻ ഈ ദിവസങ്ങളിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അധികം ഇൻട്രഡക്ഷനായിട്ട് എടുക്കുന്നില്ലെങ്കിലും ആരെങ്കിലും ഞങ്ങളെ പുതുതായി കേൾക്കുന്നെങ്കിൽ അല്ല, കേട്ടവർ തന്നെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ ഞാൻ ഓർപ്പിക്കട്ടെ. ബൈബിളിലെ വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വേദഭാഗമാണ് കർത്താവ് സഭകൾക്ക് കൊടുത്ത ഈ ദൂതുകൾ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാനും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ തിരുത്തുവാനും കർത്താവിൻ്റെ ഹിതം ഗ്രഹിച്ച് അവൻ്റെ ഇഷ്ടം ചെയ്യുവാനും ഈ പഠനം നമ്മളെ അധികം സഹായിക്കും. നമ്മൾ കണ്ടു സഭയുടെ ചരിത്രം, സഭയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ കാലഘട്ടത്തിൽ വന്ന ദുരുപദേശങ്ങളെയും കർത്താവ് എടുത്ത് പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. സഭയുടെ ആദ്യത്തെ 30 വർഷ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിൽ വ്യക്തമായി വിശദമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് ശേഷം ഏതാണ്ട് AD 100 വരെയുള്ള ചരിത്രമാണ് ആദ്യം കൊടുത്ത ദൂതിൽ, എഫെസോസ് ദൂതിന് നൽകിയിരിക്കുന്ന ദൂതിൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ദൂത് സ്മുർന സഭയ്ക്ക് കൊടുത്ത ദൂതാണ്. ഏതാണ്ട് AD 100 തൊട്ട് 312 വരെയുള്ള കാലഘട്ടം, 200 വർഷത്തിൻ്റെ ചരിത്രം. 4 വാക്യങ്ങളിലൂടെ 10 റോമൻ ചക്രവർത്തിയാർ അവർ മാറി മാറി ദൈവസഭയെ ഉപദ്രവിക്കുന്നു. അതിലധികം ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അവരുടെ പോളിസിയാക്കി തീർത്തു ക്രിസ്ത്യ സഭയെ ഉപദ്രവിക്കുന്നത്. അങ്ങനെ 10 ചക്രവർത്തിമാരാണ് ആ പോളിസിയിൽ അധിഷ്ഠരായി ദൈവസഭയെ ഉപദ്രവിച്ചത്. ആ കാലഘട്ടം ഏതാണ്ട് 200 വർഷം നീണ്ടു നിന്നു. ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് സ്മുർന കാലയളവ്. എന്നാൽ ഈ ഭയങ്കരമായ ഉപദ്രവം എന്ന് പറഞ്ഞാൽ അനേകരെ കൊന്നൊടുക്കി കർത്താവ് അവരോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവിതം നിനക്ക് പ്രാപിക്കും. ഇവരുടെ ഉപദ്രവവും കഷ്ടതയും ഒക്കെ തീരുന്നത് AD 312 കുസ്തന്തിനോസ് ചക്രവർത്തി റോമൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായി തീരുകയും ആയി തീർന്ന കുസ്തന്തിനോസ് ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറുന്നു. താൻ ക്രിസ്ത്യാനിയായി മാറുന്ന ചരിത്രമാണ്, ആ കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് AD 312 തൊട്ട് 590 വരെയുള്ള കാലഘട്ടമാണ് അടുത്ത സഭയ്ക്ക് കൊടുത്ത പെർഗമോ സഭയ്ക്ക് കൊടുത്ത ദൂത്. അവിടെ നമ്മൾ കണ്ടു, ലോകത്തിൽ സെറ്റിൽ ചെയ്തു സഭ. റോമൻ സാമ്രാജ്യത്തിൻ്റെ മതം ക്രിസ്തു മതമായി. റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് വളരെ സ്ഥാനം ലഭിച്ചു, ധനം ലഭിച്ചു. അവർക്ക് ഇല്ലാതിരുന്നതൊക്കെ ലഭിക്കാൻ തുടങ്ങി. അവര് ലോകത്തിൽ സെറ്റിൽ ചെയ്തപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ സാധിച്ചു, സഭയും ലോകവുമായി ഇഴുകിച്ചേരുന്ന ലോകത്തിൽ സഭ സെറ്റിൽ ചെയ്തുള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ പെർഗമോസ് സഭയ്ക്ക് കൊടുത്ത ദൂതിൽ കാണുന്നത്. നമ്മളതും പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പിന്നീട് ശ്രദ്ധിക്കുന്നത് ദ്വൈതര കാലയളവിലെ ദ്വൈതര സഭയ്ക്ക് കൊടുത്ത ദൂതാണ്. നമ്മളത് പഠിക്കാനായിട്ട് ആരംഭിച്ചു. ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. നമുക്ക് മുന്നോട്ട് അതിൻ്റെ പഠനം കൊണ്ടുപോകാം. ഈ 7 ദൂതുകളിൽ ഏറ്റവും ദൈർഘ്യമുള്ള ദൂത് ഈ ദ്വൈതര സഭയ്ക്ക് കൊടുത്ത ദൂതാണ്. നമ്മൾ നോക്കുക, 7 സഭകളുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു സഭയാണ് ഈ ദ്വൈതര കാലയളവ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ 7 സഭയുടെ ദൂത് പഠിച്ചിട്ട് സൂക്ഷിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന വേറൊരു സത്യമാണ്, ആദ്യത്തെ 3 സഭകളുടെ ദൂതുകൾ പഠിച്ചാൽ ചരിത്രത്തിൽ അത് കഴിഞ്ഞുപോയി. കർത്താവിൻ്റെ 2ാം വരവ് വരെ അതില്ല. ആദ്യത്തെ 3 സഭകളുടെ പരാജയങ്ങൾ ഈ 3 ദൂതുകൾ കൊടുത്ത ഈ ദൂതിലുള്ള
കുറവുകൾ പരിഹരിക്കാഞ്ഞത്, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തത് ഇവിടെ ത്വൈതര സഭയ്ക്കകത്താണ്. ഇനി നമ്മൾ നോക്കിയാൽ ഇനിയും പറയുന്ന 4 സഭകൾ, ത്വൈതര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഈ 4 സഭകളെ കുറിച്ച് അവിടെ തന്നെ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ 2ാം വരവ് വരെ ഈ 4 സഭകളുടെ ക്യാരക്ടറുള്ള സഭകൾ ലോകത്തിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ 4 സഭകളുടെ ദൂത് വളരെ സൂക്ഷ്മമായി, അതിസൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുവാൻ കടമ്പെട്ടവരാണ്. ആദ്യത്തെ 3 സഭകളുടെ ദൂത് നമ്മൾ കണ്ടു, എഫെസോസ്, സ്മുർന, പെർഗമോസ്. എന്നാൽ ആ 3 ദൂതില് യേശുക്രിസ്തുവിന്റെ 2ാം വരവ് വരെ അതില്ല എന്ന് അവിടെ കാണുന്നുണ്ട്. അവിടെയുള്ള ചരിത്രം നമ്മൾ നോക്കിയാൽ അത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടമാണ്. അവർ പരിഹരിക്കാഞ്ഞ പരാജയങ്ങൾ ഈ ത്വൈതര കാലയളവിലേക്ക് കടന്നു വരികയാണ്. ത്വൈതര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഇനിയും പറയുന്ന 4 സഭകള് യേശുക്രിസ്തുവിന്റെ 2ാം വരവ് വരെ ഉണ്ട് എന്ന് ആ ദൂതിൽ പറയുന്നുണ്ട്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഇന്ന് ലോകത്തിൽ കാണുന്ന ഏത് ക്രിസ്ത്യ സഭയെടുത്താലും ഈ അവസാനം പറഞ്ഞ 4 സഭകളുടെ ഉള്ളിൽ കാണും. നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ ഈ സലസഭ ഇപ്പോൾ പഠിക്കുന്ന ത്വൈതരയുടെ ദൂത് കർത്താവിന്റെ 2ാം വരവ് വരെ ഉണ്ട്, മഹോപദ്രവ കാലഘട്ടത്തിലും അവരുണ്ട് എന്നുള്ളത് നമുക്ക് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാനായിട്ട് ശ്രമിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാൽ ഈ കാലയളവിന്റെ പ്രത്യേകത എന്താണ്? ഈ കാലയളവിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു. എഫെസോസ് കാലയളവിന്റെ പ്രത്യേകത, എല്ലാം ഉപദേശങ്ങളൊക്കെ പിടിച്ചുകൊള്ളുന്നുണ്ട്. കർത്താവ് വെറുത്ത നിക്കലോവരുടെ നടപ്പിനെ വെറുക്കുന്നുണ്ട്. ആ അപ്പോസ്തലന്മാരല്ലാതെ കള്ള അപ്പോസ്തലന്മാരെ അവർ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ അവരുടെ സ്നേഹത്തിനൊരല്പം തണുപ്പ് വന്നു. അതായിരുന്നു എഫെസോസ് സഭയുടെ പരാജയം. 2ാമത് കർത്താവ് അത് കഴിഞ്ഞപ്പോൾ 200 വർഷം നീണ്ടുനിന്ന ഉപദ്രവം പിന്നീട് നമ്മൾ കണ്ടു. AD 312 റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തുമതമായി തീർന്നപ്പോൾ ഈ ക്രിസ്ത്യ സഭ ലോകത്തിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ആരംഭിച്ചു. എന്നാൽ അടുത്തത് ദ്വൈതരയാണ്. ദ്വൈതര എന്ന വാക്ക് തന്നെ 2 ഗ്രീക്ക് വാക്കിൽ നിന്ന് ഉടലെടുത്തതാണ്. ത്വ, അറ്റേറിയ. ത്വ എന്ന് പറയുന്ന വാക്ക് ടു സാക്രിഫൈസ്. അറ്റേറിയ എന്ന് പറഞ്ഞാൽ നോട്ട് ടു ബിക്കം വെയറി, തളർന്നു പോകാത്ത. മറ്റു വിധത്തിൽ പറഞ്ഞാൽ യാഗങ്ങൾ അർപ്പിക്കുന്നതിൽ തളർന്നു പോകുന്നില്ല. മറ്റ് വേറെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ കണ്ടിന്യൂവൽ സാക്രിഫൈസ്. അവര് യാഗം അർപ്പിക്കുന്നതിൽ ക്ഷീണിക്കുന്നില്ല. നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ഇവിടെ നവോത്ഥാനം ഉണ്ടായിട്ടില്ല. ലോകത്തിൽ റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമായി. ലോകത്തിൽ അന്ന് ഒരു മതമേ ഉള്ളൂ. ആ മതം സഭ ഒരു സഭയേ ഉള്ളൂ. അത് ക്രിസ്ത്യ സഭയാണ്, റോമൻ ക്രിസ്ത്യ സഭ. അതിന് വേറെ ഒരു പേരുണ്ടായി, കാത്തലിക് ചർച്ച്. കാത്തലിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം യൂണിവേഴ്സൽ, സർവലോകം എന്നുള്ള വാക്കാണ് അതിന്റെ അർത്ഥം. അപ്പോൾ റോമൻ സാമ്രാജ്യം സർവലോകവും ഭരിക്കുന്ന ഒരു സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമായി തീർന്നപ്പോൾ ആ ക്രിസ്ത്യ സഭയ്ക്ക് കൊടുത്ത പേരാണ് റോമൻ കാത്തലിക് ചർച്ച്. കാത്തലിക് എന്ന വാക്കിന്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്. സർവലോകത്തിന്റെ സഭയായി തീർന്ന ഈ കാത്തലിക് ചർച്ച് നമ്മൾ ശ്രദ്ധേയമായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടം ഏതാണ്ട് 1000 വർഷം നീണ്ടു നിന്നു. നമ്മൾ കണ്ടു. ഇതിനു മുമ്പുള്ള സഭ പെർഗമോസ്, ആ കാലയളവ് തീരുന്നത് ഏതാണ്ട് 590-ലാണ്. 590 തൊട്ട് ഏതാണ്ട് 1517 വരെ. അതിന്റെ 1517 ഞാൻ പറഞ്ഞത് നവോത്ഥാനം ഉണ്ടാകുന്നത് 1517-ലാണ്. അതായത് ലോകത്തിലെ ആകെയുള്ള ഒരു സഭ എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക് ചർച്ചാണ്. ആ ചർച്ചിന്റെ കൂടെ വേറെ ഒരു ചർച്ചില്ല. എന്നാൽ നവോത്ഥാനം ഉണ്ടാകുന്നത് 1517-ലാണ്. ആ നവോത്ഥാനം ഉണ്ടായിട്ടാണ് മാർട്ടിൻ ലൂഥറിന്റെയും മറ്റു നേതൃത്വത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്തവര്, പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്ന വേറെ ഒരു കൂട്ടര് ഉടലെടുത്തത്. അത് 1517-ലാണ്. അതുവരെ നീണ്ടു നിന്ന ഒരു കാലഘട്ടം ഏതാണ്ട് 1000 വർഷം. ഈ 1000 വർഷം ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡാർക്ക് ഏജ്, അന്ധകാര യുഗമെന്നാണ്.
ചരിത്രത്തിൽ അങ്ങനെയാണ് ഈ കാലഘട്ടത്തിന് പേര് കൊടുത്തത്. എന്തുകൊണ്ടാ അങ്ങനെ എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ഈ റോമൻ സഭ അല്ലെങ്കിൽ ക്രിസ്തീയ സഭ 1127 സാധാരണ വ്യക്തികൾ വേദപുസ്തകം വായിക്കുന്നത് ഫോർബിഡ് ചെയ്തു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ലേമൻ, അതായത് പുരോഹിതന്മാരല്ലാതെ സാമാന്യ ജനം ബൈബിള് വായിക്കാൻ പാടില്ല, ബൈബിള് വ്യാഖ്യാനിക്കാൻ പാടില്ല. ബൈബിള് വ്യാഖ്യാനിക്കുവാനും ബൈബിള് പഠിപ്പിക്കാനും അധികാരമുള്ളത് പുരോഹിതന്മാർ മാത്രമാണ്. അവരെന്തു പറയുന്നോ കേട്ടോണം. അങ്ങനെ 1129 ക്രിസ്ത്യ സഭയിൽ നിയമം മൂലം, അതായത് ക്രിസ്തീയ നിയമം മൂലം ഈ ബൈബിള് വായിക്കുന്നതിനെ നിരോധിച്ചു. നമ്മൾ കണ്ടു 119 സങ്കീർത്തനം 130 വാക്യം. ആ വാക്യത്തിൽ എന്താ പറഞ്ഞത്? നിന്റെ വചനം, ദ എൻട്രൻസ് ഓഫ് യുവർ വേർഡ് ഗിവത്ത് ലൈറ്റ്, ഇറ്റ് ഗിവ്സ് അണ്ടർസ്റ്റാൻഡിങ് ടു ദ സിമ്പിൾ. നിന്റെ വചനത്തിന്റെ പ്രകാശനമാണ് വികാസപ്രദമാകുന്നത്. ദൈവവചനമാണ് വെളിച്ചം തരുന്നത്. ഈ ദൈവവചനത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിന് അന്ധകാരയുഗം എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് ഈ നമ്മൾ ത്വൈതര കാലണ്ടിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഉപദേശത്തിൽ ഏറ്റവും വലിയ പിശക്, അവർ തുടർമാനമായി യാഗം അർപ്പിച്ചു. അവരുടെ പുരോഹിതന്മാർ ഇന്നും അൾത്താരയിൽ നിന്ന് മാസ് നടത്തുകയാണ്, ബലി നടത്തുകയാണ്. യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നതിന് തുടർമാനമായ യാഗം. എത്രയോ തെറ്റായ ഉപദേശമാണ്. നമ്മൾ എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ നിന്നൊക്കെ കണ്ടു. യേശുക്രിസ്തു കഴിച്ച ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു. അതിനോട് കൂട്ടുവാൻ മനുഷ്യന് അവകാശമില്ല. ഒന്നും അതിനോട് കൂട്ടേണ്ട ആവശ്യമില്ല. ഏകയാഗത്താൽ സൽഗുണപൂർത്തി വരുത്തി. ഇനിയും അതിനോട് കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്രയോ തെറ്റായ ഉപദേശമാണ്. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചിട്ട് പോകാം. 19-ാം വാക്യത്തില് യേശുക്രിസ്തു തന്നെത്താൻ പറയുന്നുണ്ട്, ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. അവൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. എന്ന ദൈവപുത്രൻ അരുളി ചെയ്യുന്നു, സൺ ഓഫ് ഗോഡ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തു അറിയപ്പെട്ടത് മറിയയുടെ പുത്രൻ എന്നാണ്. സൺ ഓഫ് മേരി, മേരിയുടെ പുത്രനെന്ന് പറയപ്പെട്ട ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ ദൈവപുത്രനാണ് എന്ന് പറയുകയാണ്. അത് നമ്മൾ ഏതാണ്ട് ചിന്തിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ ആ 19-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയതെന്നും അറിയുന്നു. കർത്താവ് അഭിനന്ദിക്കുകയാണ്. അവരുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറി വരികയാണ്. നമുക്ക് അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാത്തലിക് ചർച്ച് ലോകത്തിൽ ചെയ്തിരിക്കുന്ന ആതുര ശുശ്രൂഷകൾ, അവർ ചെയ്തിരിക്കുന്ന നല്ല പ്രവൃത്തികൾ കർത്താവ് അത് മറക്കുന്നില്ല. കർത്താവ് പറയുകയാണ്, നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറി വന്നു. ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി, 7-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ യൂറോപ്പിൽ, വെസ്റ്റേൺ യൂറോപ്പിലുള്ള ഏതാണ്ട് എല്ലാ ആശുപത്രികളും അനാഥാലയങ്ങളും അവിടെയുള്ള സ്കൂളുകളും ഒക്കെ ആരാ നടത്തിയെന്നറിയാമോ? ഈ കാത്തലിക് മൊണാസ്ട്രീസ് അല്ലെങ്കിൽ ഒരു കാത്തലിക് കോൺവെന്റ് ഒക്കെ ആയിരിക്കും. കത്തോലിക്കരുടെ ആ അമ്മമാരോ അച്ഛന്മാരോ നടത്തുന്നതാണ് ഈ ആശുപത്രികൾ. ആതുര സേവകൾ നടത്തുകയാണ്, വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവരെ നോക്കുക, അവരുടെ പ്രവൃത്തികൾ ഏറി വരികയാണ്. ഇന്ത്യയില് നമുക്കറിയാം, മദർ തെരേസ ഇന്നും ലോകം ആദരിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ ഏറി വരുന്ന പ്രവൃത്തിയായിരുന്നു. നോക്കുക, ഈ സഭ ആതുര ശുശ്രൂഷകളിലും കർത്താവ് പറഞ്ഞ പോലെ നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയതാണ്. ഇന്നും ലോകത്തിൽ അവരുടെ ശുശ്രൂഷകൾ, ലോകവ്യാപകമായി കിടക്കുന്ന ആതുര ശുശ്രൂഷകൾ കർത്താവ് മറക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ദൈവജനമാണ്, രക്ഷിക്കപ്പെട്ടവരാണ് സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കേണ്ടതെന്ന് ബൈബിൾ പ്രത്യേകം രേഖപ്പെടുത്തി. നോക്കുക, രക്ഷിക്കപ്പെടാത്തവരല്ല, രക്ഷിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ പ്രവൃത്തിയിൽ അത് ഏറി വരേണ്ടത്. നമുക്ക് ഇവിടെ നോക്കാം.
ഇവിടെ ഇവര് നമ്മൾ ഓർക്കണം, ഇവിടെ ഈ കാത്തലിക് ചർച്ച് വലിയ ഭയങ്കരമായ ഉപദേശ പിശകിലേക്ക് കടന്നുപോയി. നമ്മള് കർത്താവ് പറഞ്ഞ ഉപമയുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 7 ഉപമകൾ പറഞ്ഞു. ഞാൻ ചിലതൊക്കെ ചേർത്ത് പറയാം. ഈ 7 ഉപമകൾ ഈ 7 ദൂതനോട് ചേർത്ത് പഠിക്കാം. ഒന്ന്, നമ്മൾ നോക്കിയാട്ടെ, 13-ാം അധ്യായത്തിൽ 31 തൊട്ട് 32 വരെയുള്ള വാക്യത്തിൽ കർത്താവ് ഒരു കടുകുമണിയുടെ ഉപമ പറഞ്ഞു. ആ കടുകുമണിയുടെ ഉപമ അത് സസ്യങ്ങളിൽ ഏറ്റവും ചെറുതാണെങ്കിലും അത് ഏറ്റവും വലിയ വൃക്ഷമായി തീർന്ന് പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ കൂടുവെച്ചു. അത് വാസ്തവത്തിൽ പെർഗമോസ് സഭയുടെ ദൂതാണ്, പെർഗമോസ് കാലയളവാണ്. അതായത് ക്രിസ്ത്യ സഭകൾ ചെറിയ കൂട്ടങ്ങളായിരുന്നു, ഉപദ്രവിക്കപ്പെട്ടവരായിരുന്നു, കഷ്ടങ്ങൾ അനുഭവിച്ചവരായിരുന്നു, മരിക്കുന്നവരായിരുന്നു. എന്നാൽ റോമൻ സാമ്രാജ്യം ക്രിസ്തുമതമായി പ്രഖ്യാപിച്ചപ്പോൾ ഈ കടുകുമണിയോളം ഈ ചെറിയ ഈ സസ്യം വളർന്നു വലിയ വൃക്ഷമായി തീരുകയും അതിൻ്റെ ശിഖരങ്ങളിൽ പറവകൾ കൂടുവെച്ചു. ആരാണ് ഈ പറവകൾ? ഈ പറവകൾ കർത്താവ് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. അവർ ഗ്രഹിക്കായികയാൽ ദുഷ്ടൻ വന്ന് എടുത്തുകൊണ്ടുപോയി. ഈ പറവകളെ കാണിക്കുന്നത് പൈശാചികനാണ്, ദുഷ്ടനാണ്. ഇപ്പൊ ദുഷ്ടൻ കൂടുവെച്ചിരിക്കുന്നത് എവിടെ? സഭയുടെ ശിഖരങ്ങളിൽ തന്നെയാണ്. ഈ സഭയുടെ ശിഖരങ്ങളിൽ തന്നെയാണ്. ആ കടുകുമണിയുടെ ഉപമയിലൂടെ ഈ 12 തൊട്ടുള്ള വാക്യം നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ അടുത്ത ഉപമ ശ്രദ്ധിച്ചാട്ടെ. അടുത്ത ഉപമ ത്വൈതര സഭയോട് ചേർത്ത് പഠിക്കാൻ കഴിയും. എന്താണ് അടുത്ത ഉപമ? 13-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. ഒരു സ്ത്രീ 3 പറ മാവിൽ പുളിച്ച മാവ് പുളിപ്പ് ചേർത്തു. അത് മുഴുവൻ പൊളിച്ചു വരുവോളം അത് അടക്കി വെച്ചു. എൻ്റെ സഹോദരന്മാരെ, എത്ര സത്യമാണെന്ന് നോക്കിയാട്ടെ. എന്താണ് ഈ പുളിപ്പ്? നമ്മള് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് കർത്താവ് തന്നെ അവിടെ ചൂണ്ടിക്കാണിക്കുന്ന 12-ാം വാക്യം അവരുടെ ദുരുപദേശമാണ്. പുളിച്ച മാവെന്ന് പറയുന്നത് 5-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിന്റെ മത്തായി 16-ന്റെ 5 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, 3 പറ മാവിൽ ഒരു സ്ത്രീ അത് മുഴുവൻ പുളിച്ചു വരുവോളം പുളിപ്പ് ചേർത്തു. ആ പുളിപ്പ് ദുരുപദേശമാണെന്ന് മത്തായി 13-ന്റെ 12-ാം വാക്യത്തിലുണ്ട്. എത്ര സത്യമാണെന്ന് നോക്കിയാട്ടെ. ഇവിടെ 20-ാം വാക്യം, ഈ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പണം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കാൻ തെറ്റിച്ചു കളയുകയും ചെയ്യുന്നു. നമ്മൾ കണ്ടു ആ ഉപമ, 4-ാമത്തെ ഉപമ. ആ 4-ാമത്തെ ഉപമയിൽ നമ്മൾ നോക്കുക, ഇവിടെ 4-ാമത്തെ ദൂതാണിത്. 4-ാമത്തെ ഉപമ ഇതിനോട് ചേർത്ത് പഠിക്കാം. ഇവിടെ നമ്മൾ കണ്ടു ഒരു പ്രവാചകി എന്ന് പറയുകയാണ് സഭ. ആരാണ് പ്രവാചകനും പ്രവാചകിയും? ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുന്നവരാണ്. ആ സ്ഥാനം ഏറ്റെടുത്തു സഭ. അവര് പറഞ്ഞു, ബൈബിള് ഞങ്ങൾക്കാണ് കിട്ടിയത്. ബൈബിള് ലഭിക്കുന്നതിന് മുമ്പ് സഭയുണ്ട്. ഈ സഭയ്ക്കാണ് ഈ ബൈബിള് ലഭിച്ചത്. ഞങ്ങൾക്കാണ് ഇത് വ്യാഖ്യാനിക്കാൻ അധികാരം, സാമാന്യ ജനങ്ങൾക്ക് ഇത് വായിപ്പാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് തെറ്റായ ഉപദേശങ്ങൾ, തൻ്റെ ദാസന്മാരെ തെറ്റിക്കുകയും അവരെ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പിക്കുകയും വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുകയും ചെയ്യുവാൻ തെറ്റിച്ചു കളയുന്നു. ക്ഷമിക്കണേ, എൻ്റെ ബാല്യപ്രായത്തിൽ 4-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു കാത്തലിക് ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവന്നാക്കി. ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ ലൈനായിട്ട് ഞങ്ങളെ ബോർഡിങ്ങിൽ നിന്ന് കൊണ്ടുപോകും. അവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കണം. ഞാൻ അന്ന് വരെ കണ്ടു. അവിടെ ഈ പള്ളി നിറച്ചും ബിംബങ്ങളാണ്. ഈ കാത്തലിക് ചർച്ച് മുഴുവൻ ബിംബമാണ്. കൊല്ലത്ത് തങ്കശ്ശേരിയിൽ ഞാൻ പഠിക്കുന്ന സമയമാണ്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പലതും ഞാൻ അവിടെ കണ്ടു. ആ പള്ളി മുഴുവൻ ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഭയം തോന്നും കുട്ടികൾക്കൊക്കെ. അവിടെ ഹോളി വാട്ടറും എന്തിനു പറയുന്നു,
ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത, ജീവിതത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത പലതും അവിടെ കണ്ടു. എങ്ങനെ ഈ ബിംബത്തിന്റെ മുന്നിൽ ഇവർ നിന്ന് വണങ്ങുന്നു? ആരാണ് ഇത് ചെയ്തത്? യാതൊരു ബിംബത്തെ നിങ്ങൾ ഉണ്ടാക്കരുത്, നമസ്കരിക്കരുതെന്ന് 10 കൽപ്പനയിൽ കൽപ്പന കൊടുത്ത വചനമുള്ളവർ ആരാണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കാറ്റക്കിസം ബുക്ക് എടുത്തിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചേ. 10 കൽപ്പനയിൽ ബിംബത്തെ നമസ്കരിക്കരുതെന്നുള്ള കൽപ്പന എടുത്ത് മാറ്റിയിട്ട് വേറെ ഒരു കൽപ്പന മുറിച്ച് അതിൻ്റെ കൽപ്പനയാക്കി മാറ്റി. ആരാ ചെയ്തത്? സഭ. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുകയും ബിംബത്തെ നമസ്കരിക്കുകയും ചെയ്യുവാൻ എൻ്റെ ദാസന്മാരെ തെറ്റിക്കുന്നു. അവരോടാണ് കർത്താവ് പറഞ്ഞത്, അഗ്നിജ്വാല പോലെയുള്ള കണ്ണുള്ളവനാണ്, വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവനാണ്. ഈ അന്ധകാര യുഗത്തിൽ സാമാന്യ ജനത്തിന് അറിയില്ല കാര്യങ്ങൾ. AD 606 ഇവരുടെ, അതായത് ഈ കാത്തലിക് ചർച്ചിലെ ബോണിഫൈസ് III എന്ന് പറയുന്ന ആളിനെ യൂണിവേഴ്സൽ ബിഷപ്പാക്കി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് പെർഗമോസ് കാലവിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു. അതായത് അവിടെ നമ്മൾ ഒരു കാര്യം കണ്ടു. കോൺസ്റ്റന്റൈന് ഈ ക്രിസ്ത്യ സഭകളെ ഭരിക്കുവാൻ കോൺസ്റ്റന്റൈൻ ചെയ്തത് എന്താണെന്നറിയാമോ? കോൺസ്റ്റന്റൈന് ആ ബിഷപ്പുമാരെയും ഒക്കെ സ്ഥാനങ്ങൾ കൊടുത്ത് ആക്കി. എങ്ങനെയാക്കി? നമ്മൾ ഒരു നിമിഷം കൂടെ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അവിടെ നമ്മൾ കാണുന്നുണ്ട്, അതായത് ഒരു ഹേറിയാർക്കി സിസ്റ്റം കോൺസ്റ്റന്റൈൻ ഉണ്ടാക്കി. കോൺസ്റ്റന്റൈൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത്? അതായത് സഭയെ ഭരിക്കുവാനായിട്ട് ബിഷപ്പുമാര്, അതിൻ്റെ മുകളിൽ ആർച്ച് ബിഷപ്പുമാര്, അതിൻ്റെ മുകളിൽ മെട്രോപൊളിറ്റൻ ബിഷപ്പുമാര്, അതിൻ്റെ മുകളിൽ യൂണിവേഴ്സൽ ബിഷപ്പ്. ഇത് കുസ്തന്തീനോസ് ചക്രവർത്തി ഉണ്ടാക്കിയതാണ്, അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായതാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെയൊക്കെ ഓർക്കുക. ഇവിടെ കോൺസ്റ്റന്റൈന് 3 മെട്രോപൊളിറ്റൻ ബിഷപ്പുമാരെ ആക്കി. ഞാൻ ഇതിന്റെ ചരിത്രത്തിൽ നിന്ന് അപഗ്രഥിച്ചെടുത്തതാണ്. അതായത് കോൺസ്റ്റന്റൈൻ 3 മെട്രോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ ബിഷപ്പുമാരുടെ മുകളിൽ ആ ഓരോ ഏരിയ വൈസ് അവരെ ഭരിക്കുന്ന മെട്രോപൊളിറ്റൻ ബിഷപ്പുമാരെ ഉണ്ടാക്കി. 3 സ്ഥലത്ത്, അതായത് അന്ത്യോക്യയിലെ ബിഷപ്പ്, മെട്രോപൊളിറ്റൻ ബിഷപ്പ്, അലക്സാണ്ട്രിയയിലെ മെട്രോപൊളിറ്റൻ ബിഷപ്പ്, കോൺസ്റ്റന്റിനോപ്പിൾ, ഇന്നത്തെ ഇസ്താംബുൾ, അവിടുത്തെ മെട്രോപൊളിറ്റൻ ബിഷപ്പ്. എന്നിട്ട് ഇവരുടെ മുകളിൽ 606 ബിഷപ്പ്, റോമിലെ ബിഷപ്പിനെ ഇവരുടെയൊക്കെ മുകളിൽ ഒരു ആളാക്കി തീർക്കുവാനായിട്ട് ശ്രമം നടന്നു. അത് AD 606 അന്ന് ഈ കോൺസ്റ്റന്റിനോപ്പിളിലുള്ള മെട്രോപൊളിറ്റൻ ബിഷപ്പ് അതിനെ എതിർത്തു. അവിടെയുള്ളവർ എതിർത്തു. അവരെതിർത്തപ്പോൾ ഈ കോൺസ്റ്റന്റിനോപ്പിളിലുള്ളവരെ കീഴ്പ്പെടുവാൻ, വിധേയപ്പെടുവാൻ മനസ്സില്ലാതെ വന്നപ്പോൾ അവര് വേറെ ഒരു സെഗ്മെന്റായി. ആ സെഗ്മെന്റ് ആരാണെന്നറിയാമോ? ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്. ഈ കാത്തലിക് ചർച്ചിൽ നിന്ന് അവരുടെ യൂണിവേഴ്സൽ ചർച്ചിന്റെ കീഴിൽ അവർക്ക് ഈ കോൺസ്റ്റന്റിനോപ്പിളിലുള്ള ബിഷപ്പിന്, അല്ലെങ്കിൽ അവർക്ക് കീഴ്പ്പെടുവാൻ മനസ്സിലാതെ വന്നപ്പോൾ അവർ എതിർത്തപ്പോൾ, അങ്ങനെ എതിർത്തൊരു കൂട്ടരാണ് ആര്? ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നവോത്ഥാനമൊന്നുമല്ല. ഇതേ ഉപദേശം കാത്തലിക് ഉപദേശം തന്നെ പിടിച്ചുകൊണ്ട് വേറെ ഒരു ബിഷപ്പിന്റെ കീഴിൽ അവര് ഉണ്ടാക്കിയെടുത്തതാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്. നമ്മൾ ഈ വാക്യത്തിൽ നോക്കിയാല്, ഈ വാക്യങ്ങളിൽ ഈ ത്വൈതര സഭയോട് കർത്താവ് പറയുമ്പോൾ 22-ാം വാക്യം നോക്കിയാട്ടെ, എത്ര സത്യമാണെന്ന് നോക്കിയേ. ദൈവവചനം എത്ര കൃത്യമാണെന്ന് നോക്കിയേ. 22-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പുവിട്ട് മാനസാന്തരപ്പെടാകയാൽ വലിയ കഷ്ടതയിലാക്കിക്കളയും. അടുത്തത് നോക്കുക, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ആ വാക്കുണ്ടോ?
ഞാന് ഈ ത്വൈതര സഭ മാത്രമല്ല, അവൾക്ക് മക്കൾ ജനിച്ചു. അവളെ പോലെ തന്നെ ഇരിക്കുന്ന മക്കള്, ആ മക്കളെയും ഞാൻ കൊന്നുകളയും. എപ്പോഴാണ്? ഞാൻ അവരെ മഹാകഷ്ടത്തിലാക്കും, വലിയ കഷ്ടതയിലാക്കും. എന്നെ കേൾക്കുന്നവർക്ക് അറിയാം, നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കറിയാം. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടമുണ്ടാകും, മഹോപദ്രവ കാലഘട്ടം. ഇവിടെ ഈ വാക്കിൽ നിന്ന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിയുന്നു. സഭ ഉൽപ്രാവണത്താൽ മാറ്റപ്പെട്ട ശേഷം ഇവിടെ ഈ സഭ ഉണ്ടായിരിക്കും. ഇവിടെ പറയുന്ന ത്വൈതര സഭയും അവൾക്ക് ജനിച്ച മക്കളും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്, ആ കർത്താവ് പറഞ്ഞു, ഞാൻ അവളെ മഹാകഷ്ടത്തിലാക്കും. ഓ, എത്ര ഭയങ്കരമാണെന്ന് ഓർത്തേ. യഥാർത്ഥ ദൈവജനം ആ കാഹളധ്വനി കേട്ട് ഉൽപ്രാവണത്താൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഈ ത്വൈതര സഭയും അവളെ പോലെ തന്നെ ഇരിക്കുന്ന അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അവരെ മഹാകഷ്ടതയിലാക്കും. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിനെയും ഈ കാത്തലിക് ചർച്ചിനെയൊക്കെ അവിടെ ആക്കും എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. ഈ സമയത്ത് വേറെ ഒരു വലിയ ദുരുപദേശം കടന്നു വന്നു. ഞാൻ എല്ലാം എടുക്കാതെ പ്രാധാന്യതയുള്ളത് മാത്രം എടുക്കുകയാണ്. ഈ ബിഷപ്പിന്, അതായത് പോപ്പിന് ഒരു പേര് കൊടുത്തു. പോപ്പിന് വികാർ ഓഫ് ക്രൈസ്റ്റ്. വികാർ, നമ്മൾ പറയാറുണ്ട് വികാരി എന്ന് പറയാറുണ്ട്, ഏതാണ്ട് അത് തന്നെയാണ് ഇംഗ്ലീഷിൽ വികാർ ഓഫ് ക്രൈസ്റ്റ്. വികാർ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ക്രിസ്തുവിന് പകരം. ഇൻസ്റ്റഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് പകരം വികാർ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള പേര് ഈ അധികാരമോഹികളായ അവർ പോപ്പിന് കൊടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ ചില സഹോദരന്മാരോട് പറയുകയുണ്ടായി. ഞാൻ അറിയാത്തൊരു കാര്യം ഞാൻ മനസ്സിലാക്കി. അനേക ഈ ബിഷപ്പുമാരുടെയൊക്കെ പേരിന്റെ മുന്നില് മാറെന്ന് പറയുന്ന പേരുണ്ട്. മാർ അപ്രൂവ്, മാർ സോ ആൻഡ് സോ, ഇങ്ങനെ പറയുന്നുണ്ട്. മാർ തിയോഫിലോസ്, മാർ ഇവാനിയോസ്, മാർ തോമ, ഇങ്ങനെ മാറ് അവരുടെ മാരപ്പുറവും ഇങ്ങനെ മാറെന്നുള്ള പേര് അവരുടെ പേരിന്റെ മുന്നിൽ വെക്കുന്നുണ്ട്. എന്താണിതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു അരമിക് വേർഡാണ്. മാറെന്നുള്ള വാക്ക് അരമിക് വാക്കിൽ ലോഡ് എന്നാണ്, കർത്താവ് എന്നാണ്, ലോഡ് എന്നാണ്. മാർ അപ്രോം, ലോഡ് അപ്രോം. മാർ ഇവാനിയോസ്, ലോഡ് ഇവാനിയോസ്. നമ്മുടെ കർത്താവിന് കൊടുക്കുന്ന പേരെടുത്ത് ഈ മർത്യനായ മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. വികാർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് പകരമിരിക്കുന്നു. എത്ര തെറ്റായ ഉപദേശമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. ഈ കാലയളവിൽ സഭയ്ക്കുള്ളിൽ കടന്നു വന്ന ഭയങ്കരമായ ദുരുപദേശവും മാത്രമല്ല, ഇതോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ കാത്തലിക് ചർച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. നോക്കുക, ഇനിയും യഥാർത്ഥ സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഈ സഭകളെല്ലാം കൂടെ ഒന്നിക്കും. അവളും അവിടെ മക്കളും എല്ലാം കൂടെ ഒന്നിക്കും. അവരൊന്നിച്ചിട്ട് കൂടി വരുന്ന സഭയാണ് വെളിപ്പാട് ദിവസം 17-ാം അധ്യായത്തിൽ കാണുന്നത്. നമ്മളത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ആ ഭാഗം കൂടെ എടുക്കാം. ഈ 17-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒറ്റ വാക്യം ഞാൻ എടുത്തോട്ടെ. ഈ 17-ാം അധ്യായത്തിൽ മർമ്മം മഹദിയാം ബാബിലോൺ. ഈ ബാബിലോൺ ഈ വേശ്യകളുടെ മാതാവെന്ന് പറഞ്ഞ് ഈ സഭകളെല്ലാം കൂടെ ഒന്നിക്കുന്ന ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക്, ഒറ്റ വാക്യം എടുക്കുക, 6-ാം വാക്യം. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തിയായിരിക്കുന്നു. ഈ സഭ യേശുക്രിസ്തുവിന്റെ സാക്ഷികളുടെ രക്തം കുടിച്ചു മത്തുപിടിച്ചു. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. ഇപ്പോൾ ഗൂഗിളിലൊക്കെ കയറിയാൽ കാണാം. നിങ്ങൾ ചർച്ച് ഹിസ്റ്ററി മുഴുവൻ വായിക്കുകയൊന്നും വേണ്ട. ഈ ഡാർക്ക് ഏജിൽ, അതായത് AD
90 തൊട്ട് ഉള്ള ചരിത്രം നോക്കുക. 1517 വരെ റോമൻ സഭ യഥാർത്ഥ ക്രിസ്ത്യാനികളെ കൊല്ലാൻ തുടങ്ങി. ഡാർക്ക് ഏജിൽ എത്ര പേരെയാ കൊന്നെന്നറിയാമോ? ഡാർക്ക് ഏജിൽ 50 മില്യൺ 50 ദശലക്ഷം ആളുകളെ ക്രിസ്ത്യ സഭ കൊന്നൊടുക്കി. ഒരിക്കൽ റോമൻ സാമ്രാജ്യം കൊന്നൊടുക്കിയ ക്രിസ്ത്യ സഭ, ഒരിക്കൽ മരിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യ സഭ, ആ ക്രിസ്ത്യ സഭ അവരുടെ പീഡിപ്പിക്കുന്നവരായി മാറി. കാത്തലിക് ചർച്ച് ചോരയിൽ കുതിർന്ന ചരിത്രമാണ് കാണാൻ കഴിയുന്നത്. 50 മില്യൺ ആളുകളെ അവര് 1000 വർഷത്തിൻ്റെ ഉള്ളിൽ ഡാർക്ക് ഏജിൽ കൊന്നൊടുക്കി. സ്പാനിഷ് ഇൻക്വിസിഷൻ ഏതാണ്ട് 3 തൊട്ട് 4 ലക്ഷം ആളുകളെ കൊന്നൊടുക്കി. 1940-50 കൊളംബിയ, സൗത്ത് അമേരിക്കയിലെ കൊളംബിയയിൽ ഇതുപോലെ ലക്ഷങ്ങളെ 4 മില്യൺ ആളുകളെ കൊന്നൊടുക്കി. സ്ത്രീ വിശുദ്ധന്മാരുടെ, യേശുക്രിസ്തുവിന്റെ സാക്ഷികളുടെ രക്തം കുടിച്ചും മത്തയായിരിക്കുന്നു. കർത്താവ് പറഞ്ഞ വാക്ക്, ദൈവജനം പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കതിൻ്റെ 20-ാം വാക്യം ഒന്നുകൂടെ നോക്കാം. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പൻ തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കാൻ തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഇസബേലിന്റെ ചരിത്രം നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിന്റെ ഏടുകളിൽ ഇസബേൽ എന്ന് പറയുന്ന രാജ്ഞിയുടെ ചരിത്രം, ആഹാബിന്റെ ഭാര്യയായിരുന്നു ഇസബേൽ. 1 രാജാക്കന്മാർ 16-ാം അധ്യായം, 18-ാം അധ്യായം, 21-ാം അധ്യായം, 2 രാജാക്കന്മാർ 9-ാം അധ്യായം ഒക്കെ ഈ ഇസബേലിന്റെയും ആഹാബിന്റെയും ചരിത്രം വളരെ ദീർഘമായി പറയുന്നുണ്ട്. അവിടെ ഈ പേരെടുത്ത് കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ കാലയളവിൽ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. എന്താണ് ഇസബേൽ ചെയ്തത്? ആരാണ് ഇസബേൽ? നമുക്ക് നോക്കാം ഇസബേൽ ആരാണെന്ന്. ഈ പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കൊണ്ട് ആത്മിക വ്യഭിചാരം ചെയ്യിച്ചൊരു സ്ത്രീയാണ് ഈ ബലഹീനനായ ആഹാബ് രാജാവിന്റെ ഭാര്യയായ ഇസബേൽ. ബലഹീനനായ ആഹാബ് രാജാവിന്റെ ഭാര്യയായ ഇസബേൽ, അവള് ഇസ്രയേലിനെ കൊണ്ട് ആത്മിക വ്യഭിചാരം ചെയ്യിച്ചു. എങ്ങനെ ചെയ്യിച്ചു? ഈ വേദഭാഗം വായിക്കുമ്പോൾ അവൾ ആരാണ്? അവള് ഇത്മാലിന്റെ പുത്രിയാണ്. അതായത് ഫിനീഷ്യയിലെ സീതോന്യ രാജാവായ ഇത്ബാലിന്റെ പുത്രിയാണ് ഈ ഇസബേൽ. അവൾ ആരാധിച്ചത് അസ്തരോസ് ദേവിയാണ്. റോമൻ വീനസ് ആരാധിച്ചു. നമ്മൾ കാണുന്നുണ്ട്. അവൾ ഏതാണ്ട് ഈ വേദഭാഗം വായിക്കുമ്പോൾ ആ പഴയ നിയമ കാലഘട്ടത്തിൽ 850 പുരോഹിതന്മാരെ അവൾ തീറ്റിപ്പോറ്റി. ഏലിയാ പ്രവാചകൻ അവൾക്കെതിരെ എഴുന്നേറ്റു. നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവാചകനെയും കൊന്നുകളയുവാൻ അവൾ ശ്രമിച്ചു. പക്ഷേ ഇവള് ബാലിന്റെ ആരാധന ഇസ്രയേലിന്റെ ഇടയിൽ കൊണ്ടുവന്നു. ഒരു പുതിയ മതം കൊണ്ടുവന്നു. ഇസ്രയേലിന്റെ ഉപദേശങ്ങളും ബാലിന്റെ ഉപദേശങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ആ കാലഘട്ടത്തിൽ ഏലിയാ പ്രവാചകൻ എഴുന്നേറ്റ് ശക്തമായി ഈ ഇസബേലിനെതിരെ സംസാരിക്കുകയും അവളുടെ പുരോഹിതന്മാരെ, ഈ ബാലിന്റെ പുരോഹിതന്മാരെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയും ചെയ്തു. ആ ചരിത്രം പഴയ നിയമത്തിൽ വായിക്കും. നമ്മൾ പുതിയ നിയമത്തിലേക്കൊന്ന് വരാം. നമ്മുടെ കർത്താവ് ഈ കാലഘട്ടത്തിൽ എൻ്റെ ദാസന്മാരെ തെറ്റിക്കുകയാണ് ഇസബേൽ. നമ്മൾ നോക്കുക, സഭ പ്രവാചകി എന്ന് പറയുകയാണ്. ആരാണ് ഒരു പ്രവാചകൻ? ആരാണ് ഒരു പ്രവാചകി? ഞാൻ 2 വാക്യം മാത്രം വായിക്കാം. 2 വാക്യം മാത്രം വായിച്ചോട്ടെ. അതായത് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഇസബേൽ എന്ന് പറയുന്ന പ്രവാചകി. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം നോക്കിയാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. യൂദായും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് പല വചനങ്ങളാലും സൗരന്മാരെ പ്രബോധിപ്പിച്ചുറപ്പിച്ചു. യൂദാസും ശീലാസും ആരാണ്?
പ്രവാചകന്മാരാണ്. അവരുടെ ജോലി എന്നാ? ദൈവവചനം പറഞ്ഞ് സൗരന്മാരെ ഉറപ്പിക്കുകയാണ്. ഒരു വാക്യം കൂടെ, 1 കൊരിന്ത്യർ 14, 1 Corinthians chapter 14, 1 കൊരിന്ത്യർ 14 അധ്യായം. വീണ്ടും നമ്മൾ പ്രവാചകനെ കുറിച്ച് വായിക്കുന്നു. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 3 വാക്യം. പ്രവചിക്കുന്നവനോ ആത്മിക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രവചിക്കുന്നവൻ ആത്മിക വർധനയ്ക്ക് പ്രബോധനത്തിന് ആശ്വാസത്തിനായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പൊ പ്രവാചകന്മാർ ദൈവവചനത്തിൽ നിന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ്. ജനങ്ങൾക്ക് ആത്മിക വർധനവ്, ജനങ്ങൾക്ക് പ്രബോധനം, ജനങ്ങളെ ദൈവവചനത്തിൽ നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് റോമലേഖനം 12:6 വായിക്കുന്നുണ്ട്, ഒരുത്തൻ പ്രവചിക്കുന്നെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണമേ ഒരുത്തൻ പ്രബോധിപ്പിക്കാവൂ. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിയാട്ടെ, ഇസബേൽ എന്ന സ്ത്രീ താൻ പ്രവാചകി എന്ന് പറഞ്ഞ് എന്റെ ജനത്തെ തെറ്റിക്കുകയാണ്. അവള് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് ദൈവവചനം. നമ്മൾ കണ്ടില്ലേ ഈ കാലഘട്ടം കണ്ടില്ലേ? സഭയ്ക്ക് മാത്രമേ ദൈവവചനം പറയുവാൻ പുരോഹിതന്മാർക്ക് അവകാശമുള്ളൂ. സാമാന്യ ജനത്തിന് ബൈബിള് വായിക്കാൻ അവകാശമില്ല. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ജനത്തെ തെറ്റിക്കുകയാണ്. സാമാന്യ ജനത്തിന് അറിഞ്ഞുകൂടാ. ദുർനടപ്പ് ആചരിക്കുക, വിഗ്രഹാർപ്പിതം തിന്നുക. എന്തിനു പറയുന്നു? ബിംബങ്ങളെ കൊണ്ട് ദേവാലയങ്ങൾ നിറയ്ക്കുവാനും അതോടുള്ള ബന്ധത്തിൽ ദുർനടപ്പ്, അതോടുള്ള ബന്ധത്തിൽ ലോകത്തിലേക്ക് ഇഴകിച്ചേർന്ന് സകലവിധമായ തെറ്റായ ജീവിത രീതിയിലേക്ക് പോകുവാനായിട്ട് അവര് ഇടയായി മാറുകയാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ബിംബത്തെ നമസ്കരിക്കുന്നു. എൻ്റെ ഒരു ക്ലോസ് സ്നേഹിതൻ, ഞാൻ മസ്കറ്റിലായിരുന്നപ്പോൾ അദ്ദേഹം വത്തിക്കാനിൽ റോമിൽ വിസിറ്റ് ചെയ്യാൻ പോയി. അദ്ദേഹം മടങ്ങി വന്നിട്ട് അന്ന് പള്ളിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ അവിടെ ഉണ്ട്, കോൺഗ്രിഗേഷനിൽ. താൻ പറയുകയാണ്, പത്രോസിന്റെ ഒരു വലിയ ബിംബമുണ്ട് അവിടെ, വലിയൊരു സ്റ്റാച്യു. പത്രോസിന്റെ വലിയ സ്റ്റാച്യു ഉണ്ട്. ആ പള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. താൻ അവിടെ കയറി ചെന്നപ്പോൾ പത്രോസിന്റെ കാല് തേഞ്ഞുപോയി. ബ്രാസ് കൊണ്ട്, അതായത് ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ പത്രോസിന്റെ കാല് തേഞ്ഞുപോയി. എങ്ങനെ തേഞ്ഞുപോയി? ആളുകൾ ചുമ്മനം കൊടുത്ത് ആ പത്രോസിന്റെ കാല് തേഞ്ഞുപോയി. ബിംബത്തെ നമസ്കരിക്കുന്നില്ലേ? ബിംബത്തെ ആരാധിക്കുന്നില്ലേ? ബിംബത്തെ അടോറ് ചെയ്യുന്നില്ലേ? ഉണ്ട്. നോക്കുക, ബിംബാരാധികളാക്കി മാറ്റുകയാണ്. എത്ര വ്യക്തമായിട്ടാണ് പുറപ്പാട് ദിവസം 20:4-5 വാക്യത്തിൽ വായിക്കുന്നത്. യാതൊന്നിന്റെ പ്രതിമയെ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കരുത്. യെശയ്യാവ് 44:9 തൊട്ടുള്ള വാക്യം, പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഏത് ബിംബത്തോട് ഉപമിക്കും? ആര് കേൾക്കും? പിന്നെ ഇത്രയും വലിയ ആളുകൾ, ഇത്രയും വലിയൊരു സമൂഹം എന്തിനാണ് ബിംബാരാധികളായി മാറിയത്? ഈ ചർച്ചിന്റെ പഠിപ്പീരാണ്. നമ്മൾ ഓർക്കണം, അവസാനം വെളിപാട് ദിവസം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, 21-ാം അധ്യായത്തിൽ നിത്യനരകത്തിൽ പോകുന്നവരുടെ പേരുകൾ പറയുമ്പോൾ, വേണമെങ്കിലും നോക്കൂ, നരകത്തിൽ പോകുന്നവരുടെ പേര് പറയുന്നു. അതിന്റെ 21-ാം അധ്യായം അവിടെ വായിക്കുന്നത് നോക്കിയാ, അതിന്റെ 8-ാം വാക്യം, വെളിപാട് ദിവസം 21:8 ഒരു വാക്യം വായിക്കാം. ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയാണ്. ബിംബാരാധികളുടെ ഓഹരി എന്താണ്? തീയും ഗന്ധവും കത്തുന്ന പൊയ്കയാണ്. എന്റെ ജനത്തെ തെറ്റിച്ച് കളയുന്നു, എന്റെ ജനത്തെ ബിംബാരാധികളാക്കി മാറ്റുന്നു, എന്റെ ജനത്തെ ദുർനടപ്പ് ആചരിപ്പാൻ ഇടയാക്കി മാറ്റുന്നു. താനാണ് പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ തെറ്റിക്കുകയാണ്. യെസ്, നമ്മുടെ കർത്താവ് നോക്കുക, ഈ പറഞ്ഞതിൻ്റെ വേറൊരു കാര്യം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ
ഇവിടെ സഭ ഈ വിധത്തില് ദുഷിച്ച ഉപദേശത്തിലേക്ക് പോയപ്പോൾ നമ്മൾ കണ്ടു, ആ പുളിപ്പ് ചേർക്കുന്നു ഒരു സ്ത്രീയാണ് അതും ചേർത്തത്, സകലവും പുളിച്ചു വരുവോളം. യഥാർത്ഥ വിശ്വാസികൾ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പുളിച്ചതെല്ലാം കൂടെ ഒന്നിച്ച് അവസാനം മർമ്മം മഹതിയാം ബാബിലോണായി മാറും. ഇവർ ചെയ്തതെന്താണ്? പാപമോചനം വേണമെങ്കിൽ കുമ്പസാരിക്കണം, പാപമോചന ചീട്ട് മേടിക്കണം. പള്ളിയിലെ ആ പണം ശേഖരിക്കുവാൻ കുമിഞ്ഞുകൂടി പണം. അങ്ങനെ അത് തെറ്റായ ഉപദേശത്തിൽ പണം സമ്പാദിക്കുന്ന അധികാരികളായ, ഇല്ലെങ്കിൽ ഇവരെ കൊന്നുകളയുന്ന നമ്മൾ കണ്ടു. ഡാർക്ക് ഏജിൽ 50 മില്യൺ 50 ദശലക്ഷം ആളുകളെ, വിശ്വാസികളെ കൊന്നുകളഞ്ഞ, ക്രിസ്ത്യാനികളെ കൊന്നുകളഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഇവർ. എന്നാൽ ദൈവത്തിൻ്റെ കരുണ ഇവിടെ നോക്കാട്ടെ. ഈ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തില് 21-ാമതൊരു വാക്യമുണ്ട്. എന്താ വാക്യം? അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ഒരു സാഹചര്യമാണെങ്കിലും 21-ാം വാക്യം, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പൂട്ടും മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു. ചില വേദ പണ്ഡിതന്മാർ ഞാൻ വായിച്ചു നോക്കി, ഡോക്ടർ H. അയൻസൈഡും ഒക്കെ വിശ്വസിക്കുന്നത്, നമ്മുടെ കർത്താവ് പറയുന്നു ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു. എന്താ കർത്താവ് പറയുന്നതെന്ന് ചോദിച്ചാൽ, റിപ്പൻഡൻസിലേക്ക്, മാനസാന്തരത്തിലേക്ക് ആളുകളെ മടക്കിക്കൊണ്ടുവരാൻ കർത്താവ് അനേകരെ എഴുന്നേൽപ്പിച്ചു, പല രാജ്യങ്ങളിലും എഴുന്നേൽപ്പിച്ചു. ചിലരുടെ പേരൊക്കെ ഞാൻ കുറിച്ചു വച്ചു. ഇറ്റലിയിലെ സവനറോളയെ ഇറ്റലിയിൽ എഴുന്നേൽപ്പിച്ചു. വിക്ലിഫിനെയും കാർണലിനെയും ഇംഗ്ലണ്ടിൽ എഴുന്നേൽപ്പിച്ചു. ജോൺ നോക്സ് എന്ന് പറയുന്ന ആളിനെ സ്കോട്ട്ലൻഡിൽ എഴുന്നേൽപ്പിച്ചു. മാർട്ടിൻ ലൂതറിനെ ദൈവം ജർമ്മനിയിൽ എഴുന്നേൽപ്പിച്ചു. സ്വിംഗ്ലി എന്ന് പറയുന്ന ആളിനെ സ്വിറ്റ്സർലൻഡിൽ എഴുന്നേൽപ്പിച്ചു. കാൽവിനെ ഫ്രാൻസിൽ എഴുന്നേൽപ്പിച്ചു. അവരിലൂടെ മാനസാന്തരത്തിനുള്ള ദൂതുകൾ കൊടുത്തു. അവർ മടങ്ങി വരുവാനുള്ള ആഹ്വാനം കൊടുത്തു. അവർ പറഞ്ഞിരിക്കുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. ഇറ്റലിയിലും ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ഫ്രാൻസിലും ഈ യൂറോപ്പിന്റെ പ്രദേശങ്ങളിൽ അഗ്നിജ്വാലയുള്ള നാവുകളോടുകൂടെ ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. ഇവിടെ നോക്കിയാട്ടെ 21-ാം വാക്യം, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു. എന്നാല് ഇവിടെ എന്താ വായിക്കുന്നേ? കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. അവൾക്ക് ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെട്ടു വരുവാൻ മനസ്സില്ല. ഉടനെ കർത്താവ് എന്താ പറഞ്ഞ്? അടുത്ത വാക്യം നോക്കിയേ, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടായികയാൽ വലിയ കഷ്ടതയിലാക്കിക്കളയും. വലിയ കഷ്ടത. ഞാൻ ഓർപ്പിച്ചു, ഈ സഭ ഉൽപ്രാവണത്തിൽ ദൈവജനം മാറ്റപ്പെടുമ്പോൾ ഈ സഭ ഇവിടെ ഉണ്ടായിരിക്കും. മത്തായി 24:21 യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നമുക്കറിയാം. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമെന്നുണ്ടാകും. മഹോപദ്രവ കാലഘട്ടം. ഇവിടെ പറയുന്ന അത് തന്നെയാണ്. വലിയ കഷ്ടതയിൽ ഞാൻ ആക്കിക്കളയും. യെരമ്യാ 30:7 ആ നാൾ പോലെ വേറെയില്ലാതെ വണ്ണം വലുതായ കഷ്ടം. യെരമ്യാ 30:7 ആ നാൾ പോലെ വേറെയില്ലാതെ വണ്ണം വലുതായ കഷ്ടം. കർത്താവിന്റെ വാക്കുകളിൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത മഹാകഷ്ടം ഇവിടെ പറയുന്നു. ഈ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ അവളെ മഹാകഷ്ടത്തിലാക്കി കളയും. ഇവിടെ പല സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു സത്യം എന്താന്ന് ചോദിച്ചാൽ, ഈ സഭ മഹോപദ്രവ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിരിക്കും. ഈ സഭ ഉൽപ്രാവണത്താൽ ദൈവജനം മാറ്റപ്പെടുമ്പോൾ, നമ്മൾ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ പഠിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം
അവിടെ വായിക്കുന്നുണ്ട്, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുന്ന പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ കാക്കും. കർത്താവിന്റെ വചനത്തിന് പ്രാധാന്യത കൊടുത്ത, കർത്താവിന്റെ നാമത്തെ സ്നേഹിച്ച അവരെയോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കാക്കും. ഐ വിൽ കീപ് യു ഔട്ട് ഓഫ് ദിസ് ട്രയൽ. ഈ ഭയങ്കരമായ ലോകത്തിൽ വരുന്ന പീഡ കാലഘട്ടം ഞാൻ അവിടെ നിന്ന് നിന്നെ സൂക്ഷിക്കും. എന്നാൽ ഇവരോട് പറഞ്ഞത് എന്താ? നീ മാനസാന്തരപ്പെടായികയാൽ നിനക്ക് ഞാൻ സമയം തന്നു, നിന്നെ വലിയ കഷ്ടതയിലാക്കിക്കളയും. എന്നെ സൗരന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ചുറ്റും കാണുന്ന കാഴ്ചപ്പാടിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. എത്രയോ ആയിരങ്ങൾ, എത്രയോ പതിനായിരങ്ങൾ, എത്രയോ ലക്ഷോപലക്ഷം കർത്താവിന്റെ വാക്കുകൾ അനുസരിച്ച് മാനസാന്തരപ്പെടാതെ കഴിയുന്ന ഇവർ മഹാകഷ്ടത്തിൽ പെടും. മനുഷ്യൻ മരണം കൊതിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് അവിടെ കടന്നു പോകും അവളുമായി വ്യഭിചരിക്കുന്നവർ. ഇന്ന് നമ്മൾ എക്യൂമെനിക്കൽ, ക്ഷമിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ, ഇന്ന് നമ്മൾ എക്യൂമെനിക്കൽ മൂവ്മെന്റ് എന്നും വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ് സഭകളെ എല്ലാം കൂടെ ഒന്നിപ്പിക്കുന്ന, മതങ്ങളെ എല്ലാം കൂടെ ഒന്നിപ്പിക്കുന്ന ഒരു വലിയ പ്രവണതയുണ്ട്. വലിയ പ്രവണത. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പോപ്പ് ഫ്രാൻസിസ് ഇന്തോനേഷ്യ, പപ്പാ ന്യൂഗിനിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു. നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചോ? ഇന്തോനേഷ്യയിലെ ആ മോസ്കിൽ അദ്ദേഹം കടന്നുപോയി. ആ മോസ്കില് അവിടുത്തെ മോസ്കിന്റെ എന്താ പറയേണ്ടത്, അതിന്റെ പ്രധാനപ്പെട്ട ആളിനെ ചുംബിക്കുകയും കരം ചുംബിക്കുകയും, നോക്കുക, മതസൗഹൃദത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രവർത്തിക്കുന്ന പോപ്പ് ഫ്രാൻസിസ്. നമ്മളിപ്പം വാർത്തകൾ ഏതാനും ദിവസം മുമ്പ് വായിച്ചതേ ഉള്ളൂ. ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ കൂടി വന്ന നോർത്ത് അസംബ്ലിയിൽ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അവരെ ഞാനാണ് വിവാഹം കഴിപ്പിച്ചത്. ഒരു ദിവസം ഈ 17-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ദൂതുകൾ ഞാൻ കൂടി വന്ന സലസഭയിൽ ഞാൻ ഞായറാഴ്ച കൊടുത്തു. അതൂത് കൊടുത്തപ്പോൾ ഇവർ മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഞാൻ അവരെ സ്വാഗതം ചെയ്തു. ഈ സഹോദരി ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ കാത്തലിക് ചർച്ചിലെ ഒരു നണ്ണായിരുന്നു, ഞാൻ കാത്തലിക് ചർച്ചിലെ ഒരു അമ്മയായിരുന്നു, ഞങ്ങളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ആ സഹോദരി എന്നോട് പറയുകയാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം എടുത്താട്ടെ. ഈ സഹോദരി എന്നോട് പറയുകയാണ്, ഞങ്ങളെ കാത്തലിക് നണ്ണായിരുന്നപ്പോൾ പഠിപ്പിച്ചതാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാമത്തെ വാക്യം, 10-ന്റെ 16-ാം വാക്യം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. ആ വാക്ക് കണ്ടോ? ഒരു ആട്ടിൻകൂട്ടവും ഒരിടയനുമാകും. വൺ ഫ്ലോക്ക് ആൻഡ് വൺ ഷെപ്പേർഡ്. ഈ സഹോദരി, ഈ കാത്തലിക് ചർച്ചിലെ നണ്ടായിരുന്ന സഹോദരി, അവരെ കുപ്പായമൊക്കെ ഊരി പുറത്തു വന്ന ശേഷമാണ് വിവാഹിതയായത്. ആ സഹോദരി എന്നോട് പറയുകയാണ്, ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് പോപ്പിന്റെ കീഴിൽ സഭകളെല്ലാം വരും, പോപ്പിന്റെ കീഴിൽ സഭകളെല്ലാം വരും. അപ്പോൾ ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമായി മാറും. ഞാൻ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ എക്യുമെനിക്കൽ മൂവ്മെന്റിൽ കേട്ട ഒരു ശബ്ദം ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലിൽ അവിടെ കാത്തലിക്സ് പറഞ്ഞ, അവരുടെ ഉന്നതനായ ഒരു ബിഷപ്പ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രൊട്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അവര് സഭയെ പ്രൊട്ടസ്റ്റ് ചെയ്തവരാണ്, സഭയോട് മറുതലിച്ചവരാണ് പ്രൊട്ടസ്റ്റന്റ്സ്. അവർ ആ പ്രൊട്ടസ്റ്റ് മാറ്റിക്കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റ് ഒക്കെ നിർത്തി മടങ്ങി വന്നാൽ എല്ലാം ശരിയാകും. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റ്സും പ്രൊട്ടസ്റ്റ് നിർത്തി കാത്തലിക് ചർച്ചിൽ മടങ്ങി ചെല്ലും എന്നവർ വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമാണ് ആംഗ്ലിക്കൻ ചർച്ചും ഈ കാത്തലിക് ചർച്ചുമായിട്ട് അവര് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞു. എന്തിനു പറയുന്നു? വേൾഡ് ക്രിസ്ത്യൻ കൗൺസില്
അതുപോലെ എക്യുമെനിക്കൽ മൂവ്മെന്റ് ഇതെല്ലാം ഇതിലേക്ക് നയിക്കുകയാണ്. നമ്മൾ കണ്ടതുപോലെ ഒരു ഇടയനും ഒരാട്ടിൻകൂട്ടവുമായി മാറും. പക്ഷെ അതിനു മുമ്പ് തടുക്കുന്നവൻ വഴി നിന്നും മാറണം. ഞാനും നിങ്ങളും ഇവിടെ ഉള്ളപ്പോൾ, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് സംഭവിക്കത്തില്ല. പക്ഷേ ഇതിന് മുന്നോടിയായിട്ട് ഇന്ന് നടക്കുന്ന ഈ സംഭവങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളെ ഇവിടെ നിന്ന് മാറ്റിക്കഴിയുമ്പോൾ ഈ സഭകളെല്ലാം കൂടെ ഒന്നിക്കും. അതെല്ലാം കൂടെ വെളിപ്പാട് 17 വായിച്ചതുപോലെ മർമ്മം മഹ്ദിയം ബാബിലോണായി യേശുക്രിസ്തുവിന്റെ സാക്ഷികളുടെ രക്തം കുടിച്ചും മത്തുപിടിച്ചിരിക്കുന്നവളായി തീരും. മഹോപദ്രവ കാലഘട്ടത്തിലും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ കൊല്ലുന്ന സഭയായിട്ട് അത് തീരും. എന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ അവളുടെ മക്കളെയും കൊന്നുകളയും, അവളുമായി വ്യഭിചരിക്കുന്നവരെ വലിയ കഷ്ടതയിലാക്കി കളയും. നമ്മൾ ഇന്ന് കാണുന്ന ഇത് നമ്മൾ ഓർക്കുക. ഈ വെളിപ്പാട് ദിവസം 17-ാം അധ്യായം ഞാൻ അതോടെ പറഞ്ഞൊക്കെ നിർത്താം. 17-ാം അധ്യായം നമുക്ക് പഠനം പിന്നീട് തുടരാം. ഇത് 17-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഈ സ്ത്രീയെ ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് ഒരു വാക്കുണ്ട്. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്, വിഷ്ടം ആവശ്യമാണ്. എന്താ വിഷ്ടം? തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ 7 ഹിൽഡ് സിറ്റി എന്ന് പറയുന്നത് റോമാണ്. 7 ഹിൽഡ് സിറ്റി റോമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ റോമിന്റെ തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്, റോമാണ്. റോമിന്റെ കീഴിൽ ആരാണത്? 17-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ കണ്ട സ്ത്രീ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരമാണ്. ആ നഗരം ആരുടെ മേൽ അധികാരമുണ്ട്? ഭൂരാജാക്കന്മാരുടെ മേൽ. വിശദീകരിക്കുന്നില്ല. ദാറ്റ് ഈസ് എ സിറ്റി ഓഫ് റോം. അവരുടെ ലക്ഷ്യം വൺ ഫ്ലോക്ക് ആൻഡ് വൺ ഷെപ്പേർഡ്. അത് റാപ്ചറിന് ശേഷം സാധിക്കും. നമ്മൾ കണ്ടു ഈ ത്വൈതര കാലയളവിൽ സംഭവിച്ചത്, ഡാർക്ക് ഏജിന്റെ കാലഘട്ടം. എത്ര കൃത്യമായി നമ്മൾ ഓർക്കണം. കർത്താവ് ഈ ദൂതുകൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ക്ഷമയോടുകൂടെ നമ്മളിത് അപഗ്രഥിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എത്രയോ നമ്മളെ ബുദ്ധിമാന്മാരാക്കി തീർക്കുവാൻ ഈ പഠനം നമ്മളെ സഹായിക്കുന്നു. ഞാനിവിടെ നിർത്തുകയാണ്. ത്വൈതര കാലയളവ് അന്ധകാര യുഗത്തിന്റെ കാലയളവാണ്. ആ കാലയളവിൽ ഉണ്ടായിരിക്കുന്ന സഭകള് അവർ കർത്താവിന്റെ 2-ാം വരവിൽ ഈ ഭൂമിയിൽ പീഡന കാലഘട്ടത്തിൽ കാണപ്പെടുമെന്ന് വചനത്തോടെ നമ്മൾ കണ്ടു. നമ്മള് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, ദൈവമക്കളാകുവാൻ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതെ അവളെ വിട്ടുപോരുവിൻ. വെളിപ്പാട് 18:4. എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതെ അവളെ വിട്ടുപോരുവാൻ ആഹ്വാനം ചെയ്യുന്നു. അല്ലെങ്കിൽ അവരുടെ പാപത്തിന് കൂട്ടാളിയാകും. വേർപാട് ആവശ്യമാണ്. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു.